നമസ്കാരം. ചാവി ഹെർണാണ്ടസ് ഒക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇനിയൊന്നും അദ്ദേഹത്തിന് മറക്കാനില്ല. കാരണം ക്ലബ്ബ് തനിക്കെതിരെ മറ്റൊരു നറേറ്റീവ് ഉണ്ടാക്കുമ്പോൾ എല്ലാം തുറന്നു പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ലാവങ്കാടിക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു, സെർജിയോ റോബർട്ടോ, റാഫീഞ്ഞ ഇങ്ങനെയൊക്കെയുള്ള താരങ്ങളുടെ കാര്യത്തിൽ ചില ചതികൾ നടന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, യഥാർത്ഥത്തിൽ ഫാൻസ് കാര്യങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ഭാഗം കൂടി കേൾക്കണമല്ലോ, എൻ്റെ സ്റ്റോറി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദിസ് ഈസ് മൈ സ്റ്റോറി. ഒരു ഘട്ടത്തിൽ സെർജിയോ റോബർട്ടോ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, ചാവി, ഞാൻ ഇവിടെ തുടരണ്ട, ക്ലബ്ബ് വിട്ടു പോകണം എന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയല്ല, ഇതിന് നേരെ ഓപ്പോസിറ്റാണ് സത്യം. നീ ഇവിടെ തുടരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ എൻ്റെ താരങ്ങളുടെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ ഇവിടെ റിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ എനിക്കെതിരെ ബോർഡിൽ അറ്റാക്കാണ് നടന്നത്. അപ്പോൾ എന്നോട് സെർജിയോ റോബർട്ടോ പറഞ്ഞു, അലയാൻഡ്രോ എച്ചവാരിയ പറഞ്ഞത്രേ, നേരെ ഓപ്പോസിറ്റ് സ്റ്റോറി. ഒരുപാട് കളിക്കാരോട് പറഞ്ഞത്രേ, സെർജിയോ റോബർട്ടോ ഇവിടെ വേണ്ട, അതുപോലെ ചില കളിക്കാർ നിങ്ങളിവിടെ വേണ്ട എന്ന് ചാവി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ലാപ്പോർട്ടയെ വിശ്വസിച്ചിരുന്നു. അലയാൻഡ്രോ എച്ചവേരിയ എൻ്റെ ഫ്രണ്ടായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് എന്നെ ക്ലബ്ബിൽ നിന്ന് പുറത്താക്കിയത് ഇവരാണ്. ഇതാണ് നടന്നത്. ലാപ്പോർട്ടയും അലയാൻഡ്രോ എച്ചവേരിയയും ഒരു മീഡിയ ക്യാമ്പയിൻ തന്നെ എനിക്കെതിരെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അത് വളരെ വേഴ്സായതായിരുന്നു. അലയാൻഡ്രോ കളിക്കാരോട് പോയി പറഞ്ഞു, സെർജിയോ റോബർട്ടോയോട്, അറൗഹോയോട്, പെഡ്രിയോട്, റാഫീഞ്ഞയോടൊക്കെ പോയിട്ട് പറഞ്ഞു, അവരെ എനിക്ക് വേണ്ട, വിൽക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. തെറ്റായിട്ട് പ്രചരിപ്പിക്കുകയായിരുന്നു. ആരാണ് ഈ അലയാൻഡ്രോ എച്ചവേരിയ? അയാൾ എങ്ങനെയാണ് ഈ ക്ലബിനെ കൺട്രോൾ ചെയ്യുന്നത്? അറ്റ് ദി മൊമെൻറ്റ് ഐ ആസ്ക്ഡ് ഹിം, എന്താണ് അയാളുടെ ഒഫീഷ്യൽ പൊസിഷൻ, എന്താണ് എക്സാക്ട്ലി, അയാൾ ആരാണെന്ന് ഞാൻ ചോദിച്ചു. ഡെക്കോ അവിടെ ഉണ്ടായിരുന്നു, സ്പോർട്ടിംഗ് ഡയറക്ടറാണ്, ബോയൻ അവിടെയുണ്ട്. പക്ഷേ അലയാൻഡ്രോയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ തുടരണ്ട എന്ന് തീരുമാനിച്ചത് പോലും ഈ പറയുന്ന അലയാൻഡ്രോയാണ്. പക്ഷേ എന്നെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്നതിന് പകരം അവർ 2-3 ആഴ്ച എടുത്തിട്ടാണ് എന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ബാഴ്സലോണയിൽ ഞാൻ വിശ്വസിച്ച ഒരാളായിരുന്നു, എല്ലാത്തിനും മുകളിൽ വിശ്വസിച്ച ഒരാളായിരുന്നു ലാപ്പോർട്ട, അതുപോലെ അലയാൻഡ്രോ എച്ചവേരിയ. അയാളാണ് ബാഴ്സലോണയിലെല്ലാം തീരുമാനിക്കുന്നത്. ഞാൻ വിചാരിച്ച ലാപ്പോർട്ടയാണ് പ്രസിഡൻറ്റ്, ലാപ്പോർട്ടയാണ് കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷേ ബാഴ്സലോണ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അലയാൻഡ്രോ എച്ചവേരിയ പ്രാക്ടിക്കലി ഈ ക്ലബ്ബ് നടത്തിക്കൊണ്ടു പോവുകയാണ് എന്നുകൂടി ചാവി ഹെർണാണ്ടസ് തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നു. ഏതായാലും ചില കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് തന്നെയാണ് ചാവി ഹെർണാണ്ടസ് പുറത്തേക്ക് പോയത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.